ഹലോ സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ പറഞ്ഞോളൂ. സാറേ വോയിസ് കട്ടാകുന്നുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നോർമൽ കോൾ ചെയ്താൽ മതിയാവുമോ? അല്ല ഇപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് എന്ത് ക്ലിയർ ഉണ്ടാവില്ല. ഇപ്പൊ സാറിന്റെ വോയിസ് കട്ടായിട്ടാ വരുന്നത്. ഓക്കെ സാർ. ഒന്ന് നോക്കി നോക്കാം. ഇപ്പൊ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല സാറേ. ഓക്കെ ആണല്ലോ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ. ഉം. 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 തീർച്ചയായിട്ടും. അതെ അതെ. മ- മനസ്സിലായി സാർ. അവര് ഒരു മണിക്കൂറിൽ തന്നെ ഒരു മാസത്തേക്ക് ഉണ്ടാക്കൂലേ? ഉം. അതെ അതെ. സത്യ. ഉം. 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 സത്യം സത്യം. അതെ. അതെ. അത് നമ്മടെ അത് നമ്മടെ സൊസൈറ്റി അങ്ങനെ സാർ. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാരും വൈറ്റ് കോളർ ജോബ്, എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനുപരി ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവര് നിലനിൽക്കുന്നത്. നമ്മളവിടെ ജീവിക്കാൻ ആർക്കും അറിയില്ല. എല്ലാരും വൈറ്റ് കോളർ ജോബിന്റെ പേരിൽ പ്രഷർ ചെയ്ത് എന്താ സ്കില്ലും തിരിച്ചറിയാണ്ട് ഒരു തിയററ്റിക്കൽ ഇതിൽ മാത്രം പോയി എവിടേക്കൊക്കെ ചെന്ന് എവിടെ എത്താണ്ട് ഓരോ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നു. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം സാർ. സത്യം സാർ. സത്യം സത്യം. അതെ. സത്യം സത്യം. അതാണ് സാർ നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ ഇവിടുത്തെ നോർത്തിലത്തെ ഒരുപാട് പേര് കേരളത്തിക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളെല്ലാരും പൈസക്കാരാണല്ലോ, എല്ലാരും വലിയ വലിയ വീടാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ അതെ, ഞങ്ങളുടെ നാട്ടില് എങ്ങനെ സൊസൈറ്റി വർക്ക് ചെയ്യണ വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വലിയ വീടുണ്ടാവണം, പൈസ കാണിക്കണം. നിങ്ങളുടെ നാട്ടിലത്തെ പോലെ അല്ല. നിങ്ങടെ അവിടെന്ന് പറഞ്ഞാ ജോലി ഉണ്ടോ? ജീവിക്കാൻ പറ്റുമോ? ഇത്രേ നോക്കുള്ളൂ. പിന്നെ ഓക്കെ, വെൽ എഡ്യൂക്കേറ്റഡ് ആയ നല്ല വലിയ ഹൈ ക്ലാസ് ആയിട്ടുള്ള ബിസിനസ്സുകാരാണെങ്കിൽ ഓക്കെ, എല്ലാം നോക്കും. ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അത് പിന്നെ കാലത്തിന്റെത്. എന്നാലും ആ നിങ്ങടെ അതെ സാർ. അതെ. ഏഹ് നിങ്ങടെ ഇവിടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടണന് ഒരു വിലയുണ്ട്. പക്ഷെ ഞങ്ങടെ അവിടെ കഷ്ടപ്പെടണ ഇപ്പൊ ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഒരു വിലയില്ല. നിങ്ങടെ അവിടെ അങ്ങനെയല്ല. നിങ്ങള് ചേർത്ത് നിർത്തും. അവൻ പണിയെടുത്തിട്ടാ ജീവിക്കണേന്ന് പറയും. നമ്മളവിടെ പണിയെടുത്ത് ജീവിച്ചാലും അവൻ മുടി അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്. നമുക്കൊരു വാല്യൂ ഇല്ല. അപ്പൊ ഞങ്ങടെ അതുകൊണ്ടാണ് ഞങ്ങടെ ഓരോ ചെറുപ്പക്കാരും ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മലയാളികൾ ഓരോ രാജ്യങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതാണ് സത്യാവസ്ഥ. അതെ അതെ.
അൻസാറിലുണ്ടായിരുന്നാ? അതെ. ആ. അൻസാറല്ലല്ലോ. ആ. ആ ഭാഗത്ത് തന്നെയാണല്ലോ അൻസാർ വരുന്നത് അല്ല കുന്നംകുളം. അതെ. അതെ. അതെ അതെ. അൻസാറ് സ്പോർട്സിന് അടിപൊളിയായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. നല്ല കിടിലൻ ടീമായിരുന്നു അവിടെ. ആഹാഹാഹാ. ഇണ്ട് ഇണ്ട് ഞാൻ കണ്ടിണ്ട്. ആ ജംഗ്ഷനോട് അടുത്ത സിഗ്നലിന്റെ അവിടെ ഇട്ടിട്ടുണ്ട്. അതെ അതെ. മനസ്സിലായി മനസ്സിലായി. സാറ് കോഴിക്കോടല്ലേ? സാറിന്റെ വീട് കോഴിക്കോടിലാ? അന്ന് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞിരുന്നു സാറ് കോഴിക്കോടാണെന്ന്. അവിടെ താമസിക്കുന്നത്. അല്ലേ? അതെ. അപ്പൊ സാറ് ശരിക്കും ആക്ച്വലി എവിടെ? കണ്ണൂർ പയ്യന്നൂര്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. മലപ്പുറം. ഓക്കെ ഓക്കെ. മനസ്സിലായി. മനസ്സിലായി. സത്യം സത്യം. വളരെ കറക്റ്റാ സാറ് പറഞ്ഞത്. സത്യം. കാരണം നമ്മുടെ അവിടെ നാട്ടുകാര് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാ, നമ്മളിപ്പോ ഒരു സ്വർണ്ണക്കട്ടി കൊണ്ട് കൊടുത്താലും നമ്മുടെ പരിചയക്കാര് വാങ്ങിക്കില്ല. കാരണം നമ്മൾ രക്ഷപ്പെടുന്നത് കാണരുത്. അതുകൊണ്ട് അതെ. അതുകൊണ്ട് വേറൊരുത്തൻ ഇതേ സെയിം സാധനം വില കൂട്ടി കൊടുത്താലും അവനേന്ന് വാങ്ങിക്കുള്ളൂ. നമ്മുടേന്ന് വാങ്ങിക്കില്ല. കാരണം നമ്മള് രക്ഷപ്പെട്ടാലോ? ആ ഒരു ചിന്താഗതിയാണ് ഞങ്ങടെ അവിടെ. അതെ അതെ. സത്യം. അതെ. ജീവിച്ചു കൊള്ളാൻ ചെയ്യാം. സത്യം. 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 അതെ. സത്യം. അതെ. അതെ അതെ. ഉം. സത്യം. സത്യം. ഉം. സത്യം. അതെ. ഉം. ഓക്കെ. ഉം. മനസ്സിലായി. ഉം. 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 മനസ്സിലായി. എന്താ ചെയ്യാ? ഒരുമാതിരി സൊസൈറ്റിയാണ്. അതുകൊണ്ട് മെന്റലി അതെ. അയ്യോ! സ അയ്യോ! ഭയങ്കര സന്തോഷാ. എൻ സത്യം സത്യം. അതെ അതെ. സത്യം സാറേ. കറക്റ്റാ പറഞ്ഞത്. ഉം. സത്യം സത്യം. സത്യം സത്യം.
സത്യം. അതെ, അതെ. സ അതെ സാർ അതന്നെ. എല്ലാരും ഒന്ന് ഒത്തൊരുമിച്ച് സന്തോഷിച്ച് എന്റെയൊക്കെ മൈൻഡ് അങ്ങനെ കളിച്ചും ചിരിച്ചും നമ്മളിപ്പോ എന്റെയൊക്കെ കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ പൈസ ഉണ്ടാക്കി. നമ്മളീ പൈസ ഉണ്ടാക്കി നമ്മൾ എൻജോയ് ചെയ്യാൻ പോണാരാ? നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊപ്പാണ്. അപ്പൊ നമ്മളിപ്പോ എന്താ എന്റെ മൈൻഡല്ലേ. അപ്പൊ എന്റെ ഒപ്പം ഞാൻ പൈസ ഉണ്ടാക്കി എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കും. കാരണം എന്താ? ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ അവരെ കൂടെ എൻജോയ് ചെയ്യുമ്പോ അവരുടെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും ഹാപ്പി ആവില്ല. എനിക്കും ഹാപ്പി. പിന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അത് നമുക്ക് നമ്മുടെ മൈൻഡ് വെച്ചിട്ട് നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെ ഒഴിവാക്കി പോരാ. എന്തോ ഇതുവരെയായിട്ടൊരു ഇമോഷൻ അങ്ങനെ പറ്റിയിട്ടില്ല. ചിലപ്പോ ഇമോഷണലി വീക്ക് ആയതുകൊണ്ടായിരിക്കാം. അപ്പോ സത്യം. അതെ. ഉം. മനസ്സിലായി സാർ. അതെ. ഓക്കെ. സത്യാ കറക്റ്റാണ്. സത്യാ. ഉം. അതെ. കറക്റ്റാണ് സാറ് പറഞ്ഞത്. ഇതാണ് എന്റെ എയിമ്. എനിക്കൊരു എയിമുണ്ട് എൻജിഒ സ്റ്റാർട്ട് ചെയ്യണംന്ന്. അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ പല എൻജിഒസും എങ്ങനെയാ വെച്ചാ സാർ, കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നു, അല്ലെ ഫുഡ് കൊടുക്കുന്നു. അതിലൊരു കാര്യമില്ല. നമ്മള് ആ കുട്ടിയുടെ സ്കില്ല് ഇപ്പൊ ഒരുപാട് പേർക്ക് അവരെ സ്കില്ല് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ശരിക്കും ഒരു രാജ്യം വളരണെങ്കി അവിടത്തെ ആൾക്കാരില്, അവിടത്തെ മനുഷ്യന്മാരിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടാന്നല്ല പറയണെ. ആ മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റും അതിനനുസരിച്ച് നമ്മള് മോൾഡ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു രാജ്യം വളരുള്ളൂ. ഒരു സിവിക് സെൻസ് ഇപ്പൊ നോർത്തിലൊക്കെ പറഞ്ഞ ഇവിടെ സിവിക് സെൻസേ ഇല്ല. ഇവിടെ കുറെ പൈസയുള്ളവര് കുറെ പേര് എന്തൊക്കെ ചെയ്യണു. ബാക്കിയുള്ളവർക്ക് റോട്ടിൽ തുപ്പുക, മറ്റേ പാൻ പരാഗ് കഴിക്കുക. ഒരു സിവിക് സെൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ. ആഹാ. സത്യം, സത്യം. ആഹാ. അതെ. മനസ്സിലായി. ഓക്കെ. ഓക്കെ. മനസ്സിലായി, മനസ്സിലായി. മനസ്സിലായി. മൻ മനസ്സിലായി. മനസ്സിലായി സാർ. എവി അതെവിടെയാ സാർ? ഓക്കെ. ആഹാ. ഉം. ഈ സൈക്കോളജി അതാണ്, സാറ് പറഞ്ഞത് എനിക്ക് അതാണ് ഇഷ്ടായത്. കാരണം ഒരാളുടെ മനസ്സാണ് ശരിക്കും ഒരാളുടെ കാരണം നമ്മുടെ മനസ്സ് വീക്കായ നമ്മുടെ ബോഡി അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഞാൻ. എനിക്കിപ്പോ എന്റെ ലൈഫില് ഇത്ര വല്ല മോശം സിറ്റുവേഷൻ വന്നതിലും ഞാൻ വിഷമിക്കുന്നില്ല. കാരണം അതിൽ ഞാൻ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു. എന്നെപ്പോലെ അപ്പൊ ഞാനിപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം അറിയാലോ, ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിപ്പോ ആ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. അതിനെങ്ങനെയാ സാർ അവിടെ ചാർജസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ബ്രെയിൻ മാപ്പിങ്ങിന്? എനിക്കൊരു വട്ടം ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്കിപ്പോ മെന്റലി ഞാൻ ആകെ ഡൗൺ, എനിക്കിപ്പോ ഒന്നും
വണ്ടി ഓക്കെ. ഓക്കെ. അല്ല സാർ ഓക്കെ. അതുപോലെ ഒരു ഇപ്പോഴത്തെ ഒരു ടെക്നോളജി മിക്സ് ചെയ്ത് ചെയ്യണം നമ്മുടെ എന്നാണ് ആ